മടങ്ങിയെത്താം. ശ്രീ പി ജയരാജൻ, ശ്രീ എം ടി രമേശ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അങ്ങനെയെങ്കിൽ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് പോലീസാണല്ലോ ഈ കാര്യങ്ങൾ ആദ്യം അന്വേഷിച്ചത്, ആ ഘട്ടത്തിലും പിടിയിലായത് CPM പ്രവർത്തകരാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി? ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കൃത്യം നടത്തിയത് എന്ന് പറയുന്നു. അത് വിശ്വസിക്കാമോ ഇല്ലയോ? ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, കേരള പോലീസ് ആ മൊഴിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു കൊലപാതകം സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ കോടതിയുടെ അനുമതിയോടുകൂടി. അന്വേഷണ ഏജൻസി ജി പവിത്രൻ കേസിൽ കോടതിയോട് പെർമിഷൻ ചോദിച്ചു. ഞങ്ങൾക്ക് ചില പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു, ഇതിലെ യഥാർത്ഥ പങ്കാളിത്തം സംബന്ധിച്ച് കുറ്റസമ്മത മൊഴി നൽകിയിട്ടുള്ള ഒരു പ്രതി ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി തുടരന്വേഷണം നടത്തണം എന്ന് കോടതിയോട് പറയുന്നു. കോടതി അതിന് അനുമതി കൊടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നു. ഇവിടെ CBI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി അത് കൂട്ടാക്കുന്നില്ല. അത് CBIയുടെ ഭാഗത്തുള്ള തെറ്റായിട്ടുള്ള മനോഭാവമാണ്. ആ മനോഭാവം തിരുത്തണം എന്നാണ് ഇവിടെ രക്തബന്ധമുള്ള സഹോദരൻ തന്നെ, ഇവിടെ അബ്ദുറഹ്മാനാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനാണ് കോടതിയിൽ പരാതി കൊടുത്തത്. അപ്പോൾ കോടതിയുടെ ഉത്തരവുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം നടത്താനുള്ള ബാധ്യത വരും. ആ ബാധ്യത കോടതി നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ നിരപരാധി കേസിൽ പ്രതിയാവുന്നത് ഒഴിവാക്കപ്പെടും. അതാണ് ഞങ്ങൾ പറയുന്നത്. CBI എടുക്കുന്ന നിലപാട് തന്നെയാണോ CBI കോടതി എടുക്കുന്നത് എന്ന് നിർണായകം തന്നെയാണ്. ശ്രീ കെ ഹരിഹരൻ, താങ്കളും അതിൻ്റെ ഭാവി എങ്ങനെയാണോ കരുതുന്നത്? കോടതിയുടെ മുന്നിലാണ്, കോടതിയാണ് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. തീർച്ചയായും കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഈ സുബീഷിൻ്റെ മൊഴി അനുസരിച്ച് ചില കേസുകൾ വീണ്ടും തുടരന്വേഷിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കേരളത്തിൽ വീണ്ടും അന്വേഷിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും യുവമോർച്ചയുടെ നേതാവായിരുന്ന ജയകൃഷ്ണ മാഷ കേസാണ്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ പിടിയിലായ രജീഷ് എന്ന് പറയുന്ന പ്രതി കൊടുത്ത ഒരു കുറ്റസമ്മത മൊഴിയിൽ താൻ ആദ്യമായി ചെയ്ത കൊലപാതകം ജയകൃഷ്ണ മാഷയുടേതാണ്, പക്ഷേ ഞാനതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും യഥാർത്ഥ പ്രതികൾ പിടിയിലാവാറില്ല, പലരും വ്യാജമായി പ്രതിചേർക്കപ്പെടാറാണ്, പലരും ഏറ്റെടുക്കാറാണ്. അത്തരം പ്രശ്നങ്ങൾ കൂടി എനിക്ക് തോന്നുന്നത് സുബീഷിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ആ നിലയിൽ കോടതിയും അന്വേഷണ ഏജൻസികൾ അതിനെ കണ്ടാൽ ഒരുപാട് കേസുകളിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരേണ്ടി വരും. ശ്രീ പ്രകാശ് മാസ്റ്റർ, അതിനൊരു മറുപടി. ഇവിടെ കുറ്റവാളികളെ കണ്ടെത്തുക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാന്നാണ്. ഇവിടെ ഏതാണ്ട് 6 വർഷത്തോളമായി കേസിനകത്ത് യാതൊരു പങ്കാളിത്തമില്ലാത്ത പാർട്ടി നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഈ സ്വന്തം ജില്ലയിലും വീട്ടിലും വരാൻ വേണ്ടി പോലും കഴിയാതെ നിൽക്കുകയാണ്. സത്യം കണ്ടുപിടിക്കണം എന്നുള്ളതിനാണ് CPM മുൻതൂക്കം കൊടുക്കുന്നത്. വന്നിരിക്കുന്ന പുതിയ വസ്തുതകൾ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി CBI അവരുടെ കള്ളക്കളി അവസാനിപ്പിച്ച് ഒരു അന്വേഷണം നടത്തിയ യഥാർത്ഥ വസ്തുത മറുപടി. ന്യായമായ ഏത് കേസുകളും അന്വേഷിക്കുന്നതിന് ഞങ്ങളെതിരല്ല. കാരണം അന്യായം നടത്തിയിരിക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണല്ലോ നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നിയമത്തിൻ്റെ സാങ്കേതിക എങ്ങനെയാണെന്നുള്ളത് പറയേണ്ടത് കോടതികളാണ്. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനമായി നിൽക്കുന്നത് ഇത്തരം കേസുകളിലെ കുറ്റവാളികൾ ആരാണ് എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ CBI ആണ്. അല്ല, അങ്ങനെ ചുരുക്കി അവസാനിപ്പിക്കരുത്. കാരണം നിങ്ങൾ ഈ പാനൽ നിശ്ചയിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾ 2 CPM നേതാക്കന്മാരെ കൊണ്ടുപോയി ഇരുത്തിയത്? 2 CPM നേതാക്കന്മാർ അപ്പുറത്തിരുത്തി അവർക്ക് ആവശ്യം പോലെ പറയാൻ ഒന്നും മനസ്സിലാക്കൂ. P. ജയരാജനെ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല, ആദ്യം നിശ്ചയിച്ച അതിഥിയായിരുന്നു, കിട്ടിയിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ നിശ്ചയിച്ചു, അദ്ദേഹം വന്നു, അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും ഇരുന്നത്. താങ്കളുടെ കാര്യങ്ങൾ, താങ്കൾ ചോദിച്ച കാര്യങ്ങൾ മുമ്പ് നടന്ന ചർച്ചകളിലേക്കാൾ കൂടുതലായി താങ്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. താങ്കളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ ചർച്ചയ്ക്ക് ഉണ്ടായിട്ടുമില്ല. അല്ല, എന്നെ ആക്രമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്നെ ആക്രമിച്ചിട്ട് കാര്യം 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, പ്രകാശ് മാഷ് ഇവിടെ പറഞ്ഞത് നിരപരാധികളായിട്ടുള്ള ആളുകളാണ്. ഈ നിരപരാധികളായിട്ടുള്ള ആളുകളെന്ന് നിങ്ങൾ പറയുന്നവരെ നിങ്ങളുടെ ഗവൺമെന്റും പോലീസുമാണ് കുറ്റവാളികളായി ചിത്രീകരിച്ചത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, മറ്റാരുമല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ വീഡിയോ ഫാബ്രിക്കേറ്റഡ് എന്ന് ഞങ്ങൾ പറയുന്ന ഇതെങ്ങനെ ലീക്ക് ചെയ്തു?
ഇത് എങ്ങനെ ലീക്ക് ചോദ്യത്തിന് കൃത്യമായ മറുപടി എല്ലാവർക്കും നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുബീഷിന്റെ വാർത്താ സമ്മേളനം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും